ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുമ്പേ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ബാലചന്ദ്രൻ ഗോവർദ്ധനോട് പറയുന്നു, ഇതുവരെയുള്ള ടോട്ടൽ ബിൽ എത്രയാണെന്ന് വെച്ചാൽ അതെല്ലാം കളക്ട് ചെയ്ത് തരണം. ഗോവർദ്ധനൻ പറയുന്നു, എന്റെ കയ്യിലുണ്ട്. ഈ സമയം അച്ഛാന്ന് വിളിച്ച് കൃഷ്ണ അരികിലേക്ക് വരുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നു, അമ്മയെ കണ്ടോ? കൃഷ്ണ പറയുന്നു, കണ്ടു. അച്ഛൻ കാണുന്നില്ലേ? അപ്പൊ ബാലചന്ദ്രൻ പറയുകയാണ്, ഉണ്ട്, ഞാൻ ഇപ്പൊ തന്നെ കയറുകയാ. മോൾ ഇവിടെ നിൽക്കും, ഞാനിപ്പോ വരാം. വൈജയുടെ അരികിലേക്ക് ചെന്ന ബാലചന്ദ്രൻ ചോദിക്കുന്നു, എന്തെങ്കിലും പറയാനുണ്ടോ? വൈജ പറയുന്നു, എന്തു പറയാൻ? ബാലചന്ദ്രൻ പറയുകയാണ്, ചികിത്സാ പിഴവ്, ഡോക്ടർമാരുടെ അശ്രദ്ധ, നഴ്സുമാരുടെ അവഗണന, ബൈസ്റ്റാൻഡർമാരുടെ അനാസ്ഥ, എന്തെങ്കിലും? വൈജ പറയുന്നു, അതിനേക്കാളും വലുത് സഹിച്ചുകൊണ്ട് നടക്കുന്ന എനിക്ക് ഇത് വലുതും പ്രശ്നമാണോ? ബാലചന്ദ്രൻ പറയുന്നു, ഒരു പ്രശ്നമില്ല, നിനക്ക് ഈ സ്റ്റേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫുഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടോ? വൈജ പറയുന്നു, എല്ലാം ബഹുകേമം. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, ഈ ബഹു എന്നൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം, താടിയാൽ ഊരിപ്പോകും. വൈജ ചോദിക്കുന്നു, പരിഹസിക്കുകയാണോ? അപകടം ആർക്കും സംഭവിക്കും, ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കും. ബാലചന്ദ്രൻ പറയുന്നു, അതൊക്കെ സാധാരണ അപകടങ്ങൾ, ഇത് എക്സ്ട്രാ സ്പെഷ്യൽ അല്ലേ? വേഗം സുഖമായിട്ട് വാ, നമുക്കടുത്ത അംഗം കുറിക്കണ്ടേ? വൈജ പറയുന്നു, എനിക്ക് അംഗം കുറിക്കാൻ ഈ ബെഡിൽ നിന്നും എഴുന്നേൽക്കണമെന്നില്ല, ഇവിടെ കിടന്നോണ്ട് എനിക്ക് പലതും ചെയ്യാൻ സാധിക്കും. ബാലൻ ചോദിക്കുന്നു, എന്തൊക്കെയാണോ ഇവിടെ കിടന്നോണ്ട് ചെയ്യാൻ പോകുന്നത്? വൈജ പറയുന്നു, അഡ്വക്കേറ്റിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്, ഡിവോഴ്സ് നോട്ടീസ് കിട്ടുമ്പോൾ മനസ്സിലാക്കിയോളും. ബാലൻ പറയുന്നു, അത് കൊള്ളാലോ, നല്ല സ്പീഡാണല്ലോ. പക്ഷേ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഗതി ഈ വക്കീലന്മാര് കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സാധനമല്ല. ഇന്ന് പിടിച്ചോന്ന് പറഞ്ഞ അങ്ങ് ശരിയാക്കി തരാൻ അതിന് കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. വൈജ പറയുന്നു, അറിയാം, ഞാൻ കിണറ്റിലെ തവളയൊന്നും അല്ല. ബാലൻ ചോദിക്കുന്നു, ഡിവോഴ്സും വാങ്ങിച്ചുകൊണ്ട് നീ എങ്ങോട്ട് പോകും? അപ്പോൾ വൈജ പറയുകയാണ്, എനിക്ക് എങ്ങോട്ടാ പോകാൻ വയ്യാത്തത്? ജോലിയുണ്ട്, ശമ്പളവും ഉണ്ട്, ഞാനൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് അങ്ങോട്ട് മാറും, എന്റെ മക്കളെയും വിളിച്ചോണ്ട്. ബാലൻ ചോദിക്കുന്നു, നിനക്ക് മക്കൾ എത്രയുണ്ടെന്നറിയുമോ? വൈജ പറയുകയാണ്, മനസ്സിലായില്ല. ബാലൻ ചോദിക്കാണ്, നീ എത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ടെന്നാ ചോദിച്ചത്, മനസ്സിലായില്ലേ? വൈജ പറയുന്നു, നിങ്ങൾക്കറിയില്ലേ ഞാൻ എത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ടെന്ന്? ബാലൻ പറയുകയാണ്, എനിക്കറിയാം, നിനക്കറിയാമോ എന്നാ ചോദ്യം. വൈജ പറയുന്നു, ഞാൻ 3 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. ബാലൻ പറയുന്നു, അത് കല്യാണത്തിന് ശേഷം, അതിനു മുമ്പ് എത്രണ്ണത്തിനെ പ്രസവിച്ചു? ഞെട്ടി ബാലനെ ഒന്ന് നോക്കിയിട്ട് വിരൽ ചൂണ്ടി വൈജ പറയുന്നു, അനാവശ്യം പറയരുത്, കല്യാണത്തിന്റെ മുമ്പ് പ്രസവിച്ചതേ ബാലചന്ദ്രന്റെ മറ്റവള. ബാലൻ പറയുന്നു, എന്റെ മറ്റവള് പ്രസവിച്ചതിനെ ഞാൻ ഏറ്റെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്, കല്യാണത്തിന് മുമ്പത്തെയാ. നിനക്ക് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ, അങ്ങനെ ആകുമ്പോൾ കണക്ക് ടാലിയാകും, വഴക്കും തീരും. വൈജ പറയുന്നു, ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല. അപ്പോൾ ബാലൻ പറയുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല, വെറുതെ ചോദിച്ചുവെന്നേ ഉള്ളൂ. വൈജ പറയുന്നു, വക്കീൽ നോട്ടീസ് വരുമ്പോൾ അത് ഒപ്പിട്ട് വാങ്ങാനുള്ള മര്യാദ കാണിച്ചേക്കണം. അപ്പോൾ ബാലൻ പറയുകയാണ്, ഈ ഇടയായിട്ട് മര്യാദ ഇച്ചിരി കുറവാണ്, എന്നാലും ഒപ്പിട്ട് വാങ്ങിച്ചോളാം. എന്നാ പിന്നെ ഞാനങ്ങ് പൊയ്ക്കോട്ടെ. അങ്ങനെ ബാലൻ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് രോഹിതിനെയും ബബിതയെയും കൂട്ടിക്കൊണ്ട് ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് വരികയാണ് രാജീവും ശിവനും. ഇറങ്ങുന്നില്ലെന്ന് ശിവൻ ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നു, നിങ്ങൾ ചെന്ന് അച്ഛനോട് സംസാരിക്കൂ. ശിവൻ പറയുന്നു, ഞങ്ങൾ സംസാരിച്ചോളാം, നിങ്ങൾ ഇറങ്ങും. അങ്ങനെ അവർ കാറിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ രോഹിത് പറയുന്നു, നിനക്കല്ലായിരുന്നു നിർബന്ധം ഇങ്ങോട്ട് തിരിച്ചു വരണമെന്ന്? ഇത് കേട്ട് ബബിത കാറിൽ നിന്നിറങ്ങുമ്പോൾ രോഹിത്തും കാറിൽ നിന്നും ഇറങ്ങുകയാണ്. ശിവൻ പറയുന്നു, ദേ രോഹി, ആരോടും ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കണ്ട, നേരെ റൂമിലോട്ട് കയറി പൊയ്ക്കോണം. അലീന വന്ന വാതിൽ തുറക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു, ബാലചന്ദ്രൻ ഇല്ലേ? ഇല്ലെന്ന് അലീന പറയുമ്പോൾ രാജീവ് പറയുകയാണ്, പേടിക്കണ്ട, വഴക്കിന് വന്നതല്ല. അലീന അവരെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ ശിവൻ പറയുന്നു, ബബിതയും രോഹിയും വന്നിട്ടുണ്ട്, അവരെ ഞാനാണല്ലോ വിളിച്ചോണ്ട് പോയത്, ഞാൻ തന്നെ കൊണ്ടുവിടുന്നതാണല്ലോ ന്യായം. അലീന പറയുന്നു, അവർക്ക് എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ വീടല്ലേ ഇത്? ശിവൻ പറയുന്നു, രോഹി വാടാ, ബബിത വാ. ബബിതയും രോഹിത്തും മുകളിലേക്ക് കയറി പോകുമ്പോൾ ശിവൻ ചോദിക്കുന്നു, നീ ഒറ്റയ്ക്ക് ഇവിടെ ഉള്ളൂ അല്ലേ? അലീന പറയുന്നു, അച്ഛനും കൃഷ്ണമോളും ഇപ്പൊ തന്നെ എത്തും, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ പോയതാ. രാജീവ് ചോദിക്കുന്നു, നീ എന്തെങ്കിലും ജോലി ചെയ്യുകയായിരുന്നു? എങ്കിൽ പോയി ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അലീന പറയുന്നു, കുടിക്കാൻ എന്തെങ്കിലും ചായ അല്ലെങ്കിൽ ജ്യൂസ്? ശിവൻ പറയുന്നു, ഒന്നും വേണ്ട, നിനക്ക് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തോന്നുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അലീന പറയുന്നു, എനിക്ക് ആരോടും ഒരു വിരോധമില്ല, നിങ്ങൾ ഓരോരുത്തരും എന്റെ ആരാണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാ ഞാൻ കൊല്ലപ്പള്ളിക്ക് വന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാ കാണുന്നത്. രാജീവ് പറയുന്നു, പക്ഷേ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നല്ലോ, കുറെ അബദ്ധങ്ങൾ കാണിച്ചു, വാസ്തവത്തില് നിന്നെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളാ. അലീന പറയുന്നു, ഞാൻ കാരണം നിങ്ങൾക്കാർക്കും ഒന്നും നഷ്ടപ്പെടരുതെന്നാ എന്റെ പ്രാർത്ഥന, ഞാൻ ഒന്നും കൊണ്ടുപോകാൻ വന്നതല്ല, ആരും ഒന്നും തരണ്ട, എല്ലാവരെയും ഒന്ന് കാണാൻ വലിയ കൊതിയുണ്ടായിരുന്നു, അത് ആരും ഇല്ലാത്തവളാണല്ലോ എന്നുള്ള വിഷമം കൊണ്ട് തോന്നിയതാ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ വന്നത് വലിയ തെറ്റായി പോയിന്ന്, ഇനി തിരിച്ചു പോകാനും പറ്റത്തില്ലല്ലോ. ശിവൻ പറയുന്നു, തിരിച്ചു പോകണ്ട, നിനക്ക് ആരുമില്ലെന്ന് വിചാരിക്കുകയും വേണ്ട, എല്ലാവരും ഉണ്ട്, പക്ഷേ എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ കുറച്ച് സമയം എടുക്കും. രാജീവ് പറയുന്നു, നിന്നോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇത് മാത്രമാ, വൈജ ഡിവോഴ്സിന് പോവുകയാണെങ്കിൽ നീ കുറച്ചു നാളത്തേക്ക് ഒന്ന് മാറി നിൽക്കണം, വേറൊന്നുമല്ല, ഈ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാ. അലീന പറയുന്നു, ഞാൻ പൊയ്ക്കോളാം, പക്ഷേ അച്ഛൻ പറയാതെ എനിക്ക് പറ്റത്തില്ല. രാജീവ് പറയുന്നു, ഞങ്ങൾ ബാലചന്ദ്രനോട് സംസാരിക്കാം, പക്ഷേ നീയും കൂടി മനസ്സ് വെക്കണം, ബാലചന്ദ്രനൊരു വാശിയുണ്ട്, അയാളുടെ തുറപ്പുചീട്ടാണ് നീ, പക്ഷേ അതിന്റെ അപ്പുറത്താണ് ഈ കുടുംബത്തിന്റെ നിലനിൽപ്പ്, അതും കൂടി നീ ഓർക്കണം. അലീന പറയുന്നു, എല്ലാം അറിയാം അങ്കിൾ, പക്ഷേ അച്ഛന്റെ സമ്മതം ഇല്ലാതെ ഞാൻ
ചെയ്യില്ല. നിന്റെ അച്ഛനല്ലല്ലോ അയാളെന്ന് ശിവൻ പറയുമ്പോൾ അലീന പറയുകയാണ്, പക്ഷേ എനിക്ക് എന്റെ അച്ഛനേക്കാളും അമ്മയെക്കാളും വലുതാ അച്ഛൻ. ഞാൻ ശരിക്കും ആരാണെന്ന് അറിഞ്ഞ ശേഷവും ഒരച്ഛന്റെ സ്നേഹം എനിക്ക് തന്ന ആളാ. അച്ഛന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ചേനെ. നിങ്ങൾക്കറിയാലോ നിങ്ങൾ എന്താ എന്നോട് ചെയ്തേന്ന്. ശിവൻ പറയുന്നു, അത് ഞങ്ങൾ അറിയാതെ. അലീന പറയുന്നു, അതിനേക്കാൾ കൂടുതൽ എന്നോട് ശത്രുത കാണിക്കേണ്ട ആളല്ലേ അച്ഛൻ. രാജീവ് പറയുന്നു, നിനക്കറിയാത്ത ഒരു കാര്യമുണ്ട്. നിന്നോട് അയാൾക്ക് സ്നേഹമൊക്കെ ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ വൈജയ്ക്കെതിരെയുള്ള ആയുധമായിട്ടാണ് അയാൾ നിന്നെ കരുതിയിരിക്കുന്നത്. അതും കൂടി നീ മനസ്സിലാക്കണം. അലീന പറയുന്നു, അതും എനിക്കറിയാം അങ്കിളെ. പക്ഷേ 23 വർഷക്കാലം പറ്റിക്കപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു പിടിവലി വേണ്ടേ? ആ മനുഷ്യൻ തകർന്നുരുകി ഇല്ലാണ്ടായാ മതിയോ? ശിവൻ പറയുന്നു, മോളെ മറുവശത്ത് നിന്റെ പെറ്റമ്മയാ. ബാലചന്ദ്രൻ പാതി ചെത്തിയ എലിയെ പൂച്ചയിട്ട് കളിപ്പിക്കുന്നത് മാതിരി വൈജയെ കളിപ്പിക്കുകയാണ്. നിന്നെ വെച്ച് അവളോടുള്ള പക തീർക്കുകയാണവൻ. അലീന ചോദിക്കുന്നു, അച്ഛൻ എന്ത് ചെയ്തു? അതും കൂടി പറ. ഞാൻ അച്ഛന്റെ മോളാണെന്ന് പറഞ്ഞ് എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ പറ്റത്തില്ലെന്ന് വാശി പിടിച്ചു. അത്രയല്ലേ ഉള്ളൂ. അച്ഛൻ ഈ കുടുംബം തകർന്നു പോണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. ഇതെങ്ങനെയെങ്കിലും നിലനിൽക്കട്ടെ എന്ന് വിചാരിച്ച അടക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം തല്ലി തകർത്ത് ചിതറിച്ച് നാനാവിധം ആക്കിയേനെ. പക്ഷെ അച്ഛന് നീതി കിട്ടണം. അത് കൊടുക്കേണ്ട ആള് പിന്നെയും അച്ഛനെതിരെ മത്സരിക്കുക. അച്ഛൻ തോറ്റു പോകത്തില്ലെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. രാജീവ് പറയുന്നു, ഇതൊരു വല്ലാത്ത കുരുക്കായല്ലോ. ഇതഴിക്കാൻ എന്താ ഒരു വഴി? അലീന പറയുന്നു, അച്ഛനാകെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഞാൻ. മറുവശത്തുള്ള ആൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസാ. എന്നെ ഇവിടുന്ന് അടിച്ചോടിക്കണമെന്നുള്ള വാശി ഉപേക്ഷിക്കണം. അച്ഛനോട് കുറച്ച് സ്നേഹത്തിലും അനുസരണയിലും പെരുമാറുക. ഞാൻ ഇത്രയും കാലം ചതിച്ച മനുഷ്യനാണല്ലോ എന്നോർത്തിട്ട് ഒരല്പം ക്ഷമയും വിധേയത്വവും കാണിക്കാം. അച്ഛൻ പതിയെ തടുത്തോളും. ഈ സമയം വീട്ടിലേക്ക് വരികയാണ് ബാലചന്ദ്രനും കൃഷ്ണയും. ഇത് കൊല്ലപ്പള്ളിക്കാരുടെ കാറല്ലേ അച്ഛാ? കൃഷ്ണ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു, വെട്ടുകിളികൾ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കൃഷ്ണ പറയുന്നു, അലീന ചേച്ചി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ബാലൻ പറയുകയാണ്, അതവള് ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളും. അവരിപ്പോ സ്വന്തക്കാരല്ലേ. ഞാനല്ലേ അലിയൻ? കൃഷ്ണ ചോദിക്കുന്നു, ആണോ? ബാലൻ പറയുന്നു, പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൾക്കാരും. അലീന പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ബാലൻ ചോദിക്കുന്നു, ആരൊക്കെ ഉണ്ട് മോളെ കൊല്ലപ്പള്ളിന്ന്? അലീന പറയുന്നു, രാജീവങ്കളും ശിവനങ്കളും പിന്നെ ബബിതയും രോഹിത്തും വന്നിട്ടുണ്ട്. ബാലൻ ചോദിക്കാണ്, അവർ ഇത്ര വേഗം തിരിച്ചു പോന്നോ? കമലേട്ടത്തിക്ക് ഒരവസരം കൊടുത്തില്ല, മോശമായി പോയി. അലീന ചോദിക്കുന്നു, അമ്മയെ കണ്ടോടി മോളെ? കണ്ടു എന്ന് കൃഷ്ണ പറയുമ്പോൾ അലീന ചോദിക്കുന്നു, എങ്ങനെയിരിക്കുന്നു? കൃഷ്ണ പറയുന്നു, കിടന്ന കിടപ്പ് തന്നെ. ഒന്ന് തിരിയണമെങ്കിൽ ആരെങ്കിലും പിടിച്ചിരുത്തണം. ആരുണ്ട് അവിടെയെന്ന് അലീന ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുകയാണ്, സുലോചന ആന്റി. അകത്തേക്ക് കയറുമെന്ന് ബാലൻ ചോദിക്കുന്നു, അളിയന്മാർ വന്നിട്ട് കുറെ നേരം ആയോ? ശിവൻ പറയുകയാണ്, 1/4 മണിക്കൂറായി. ബാലൻ പറയുകയാണ്, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ശത്രുവാണെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ശിവൻ പറയുന്നു, അത് ഞങ്ങൾക്കറിയാം. ബാലൻ പറയുന്നു, ഇതുവരെയുള്ള ഡീറ്റെയിൽ ബില്ല് ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കൂടി 8 ലക്ഷം രൂപ കഴിഞ്ഞു. ഇതെന്തിനാ എന്റെ കയ്യിലോട്ട് തന്നെയെന്ന് ശിവൻ ചോദിക്കുമ്പോൾ ബാലൻ പറയുകയാണ്, റീഫണ്ട് ചെയ്യണം. 8 ലക്ഷത്തി എത്രായിരം രൂപയാ വായിച്ചു നോക്കിയേ. ശിവൻ ചോദിക്കുന്നു, നിന്റെ ഭാര്യയെ നീ ചികിത്സിച്ച ബില്ല് ഞാൻ എന്തിനു തരണം? ബാലൻ പറയുകയാണ്, അത് ഞാൻ പറഞ്ഞു തരാം. വൈജ എന്നെയും മക്കളെയും ഈ വീട് ഉപേക്ഷിച്ച് അർദ്ധരാത്രി നേരത്ത് കാറും എടുത്തോണ്ട് പോയപ്പോഴാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത്. അതായത് അപകടം നടക്കുന്ന സമയത്ത് വൈജ എന്റെ ഭാര്യയല്ല, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. പിന്നെ കടപ്പാട്ടൂരിന്ന് കൊല്ലപ്പള്ളിയിലേക്ക് 11 കിലോമീറ്റർ ആണ് ദൂരം. അതിൽ 7 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചാണ് ആക്സിഡന്റ് നടന്നത്. കാര്യം മനസ്സിലായോ? രാജീവ് പറയുന്നു, ഇല്ല മനസ്സിലായില്ല. ബാലൻ ചോദിക്കാണ്, വൈജ അന്ന് രാത്രി കൊല്ലപ്പള്ളിക്കാണ് വന്നെന്നുള്ള കാര്യം മനസ്സിലായോ? രാജീവ് പറയുന്നു, അത് ശരിയാണ്. ബാലൻ പറയുന്നു, മൊത്തം 11 കിലോമീറ്ററിൽ 7 കിലോമീറ്റർ ദൂരം ആയപ്പോഴേക്കും വൈജ കടപ്പാട്ടൂര് സർക്കിളിൽ പുറത്തായി. അപകടം നടന്ന സ്ഥലത്തു നിന്നും 4 കിലോമീറ്ററേ ഉള്ളൂ കൊല്ലപ്പള്ളിക്ക്. അതിനർത്ഥം അവള് കൊല്ലപ്പള്ളി കൈതക്കൽ സർക്കിളിൽ പ്രവേശിച്ചു എന്നാ. നിങ്ങളുടെ സർക്കിളിൽ വെച്ച് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചു എന്ന് പറയുന്നത് പോലെയാ. നിങ്ങൾക്കാണ് ഉത്തരവാദിത്തം. രാജീവ് ചോദിക്കുന്നു, ഇതെന്ത് വരട്ടുവാദവാ ബാലചന്ദ്ര? ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല ഇമാതിരി വർത്തമാനം. ബാലൻ പറയുന്നു, എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ലല്ലോ ഇവിടെ നടക്കുന്നത്. വൈജി എന്നോട് ശത്രുത പ്രഖ്യാപിച്ചിട്ടാ ഈ വീട് വിട്ടു പോയത്. അതും രാത്രി 1:30 മണിക്ക്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ അവര് ബന്ധം വിടിയാൻ വേണ്ടി നേരെ ഫാമിലി കോർട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ അവളെ എന്റെ പണം മുടക്കി ചികിത്സിക്കുന്നതിൽ എന്താ അർത്ഥം? എന്റെ ശത്രുവിനെ സുഖപ്പെടുത്താൻ വേണ്ടി ഞാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി. ചിന്തിച്ചു നോക്ക്, എന്തൊരു വിരോധാഭാസമാണ്. ശിവൻ പറയുന്നു, അവള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാൽ ഈ വീട്ടിലോട്ട് തന്നെ തിരിച്ചു വരും. ബാലചന്ദ്രന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും. ബാലൻ ചോദിക്കുന്നു, എന്താ ഉറപ്പ്? ഇങ്ങനെ അങ്ങ് ചുമ്മാ പറഞ്ഞാ മതിയോ? പ്രസവിച്ച പെങ്ങളെ വല്ലവന്റെയും തലയിൽ കെട്ടിവെക്കാൻ മടിക്കാത്തവന്മാരുടെ വാക്ക് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ശിവൻ പറയുന്നു, ബാലചന്ദ്ര നിലമറന്ന് സംസാരിക്കരുത്. അപ്പോൾ ബാലൻ പറയുകയാണ്, എവിടെ നിലമറന്നു? ആര് മറന്നു? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? നിങ്ങളൊരു കാര്യം ചെയ്, ഒരു 500 രൂപയുടെ മുദ്രപത്രം വാങ്ങിച്ച് അതിന് വൈജയെ കൊണ്ട് എഴുതി ഒപ്പിടിച്ച് വാങ്ങിച്ചോണ്ട് വാ. ഞാൻ വൈജയന്തി എന്റെ തന്നിഷ്ടവും അഹങ്കാരവും ഭർത്താവിനോടുള്ള തെറ്റിദ്ധാരണകളും ഹേതുവായി അർദ്ധരാത്രി വീട് വിട്ടിറങ്ങുകയും കാർ ഓടിച്ചു പോകുകയും അപകടത്തിൽപ്പെടുകയും എന്റെ ഭർത്താവിന്റെ ചിലവിൽ ഹോസ്പിറ്റൽ ചിലവുകൾ മുഴുവൻ നടത്തുകയും ആകയാൽ രാജീവ് ബാലചന്ദ്ര എന്ന് വിളിക്കുമ്പോൾ ബാലൻ പറയുന്നു, നിക്ക്, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ വൈജയന്തി ചികിത്സ തീർന്ന ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയാൽ ഉടൻ തന്നെ എന്റെ ഭർത്താവിന്റെ വീട്
വീടായ നെരുമ്പുഴയ്ക്കൽ വീട്ടിൽ തിരിച്ചെത്തുകയും അദ്ദേഹത്തിന്റെ ഭാര്യയായി തുടർന്നും ജീവിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് ഇതിനാൽ വാഗ്ദാനം ചെയ്തു കൊള്ളുന്നു. ഇനി ഇത്തരം തെറ്റുകളും പ്രവൃത്തികളും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയില്ല എന്നുകൂടി ഈ എഗ്രിമെന്റ് മുഖേന വ്യവസ്ഥ ചെയ്തു കൊള്ളുന്നു. ഇത്ര എഴുതി ഒപ്പിട്ട് തന്നാ മതി, ഞാൻ എല്ലാ ബില്ലും അടച്ചേക്കാം, നിങ്ങൾ ഒരു പൈസ പോലും തരണ്ട. ശിവൻ പറയുന്നു, വൈജ ഇങ്ങനെ എഴുതി ഒപ്പിട്ട് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ബാലൻ പറയുകയാണ്, വേണ്ട, എനിക്ക് കാശ് കിട്ടിയാൽ മതി, എന്റെ അക്കൗണ്ടിലേക്ക് നാളെ തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്ക്. വൈജയെ നിങ്ങൾ എടുത്തോ, അതല്ലേ ന്യായം. രാജീവ് പറയുന്നു, ഞങ്ങൾ ഇത് എങ്ങനെയെങ്കിലും ഒരു കരയ്ക്ക് അടുപ്പിക്കാൻ വേണ്ടിയാ വന്നത്, നീ അത് പിന്നെയും വഷളാക്കുകയാണോ ബാലചന്ദ്ര? അപ്പോൾ ബാലൻ പറയുന്നു, ഒരു കാര്യം വിട്ടുപോയി, വൈസ് ചാൻഡർമാരായിട്ട് നിന്നതേ എന്റെ വീട്ടിൽ നിന്നുള്ളവരാ. രാത്രിയും പകലും മാറി മാറി ഒരു ദിവസം 2000 രൂപ വെച്ചെങ്കിലും കൊടുക്കണം. ഹോസ്പിറ്റൽ ഡ്യൂട്ടി എന്ന് വെച്ചാൽ റിസ്കാ. 24 മണിക്കൂറിൽ 3 ഡ്യൂട്ടികൾ, ഒരു 50,000 രൂപയെങ്കിലും അവർക്ക് കൊടുക്കണം. ആങ്ങളയുടെ ഭാര്യയാണല്ലോ എന്ന് വിചാരിച്ച അവർ ഉറക്കമൊഴിച്ച് നിന്നത്. ശത്രുവാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ശിവൻ പറയുന്നു, ബാലചന്ദ്ര നീ ഇങ്ങനത്തെ കണക്കൊന്നും. അപ്പോൾ തടഞ്ഞുകൊണ്ട് ബാലൻ പറയുകയാണ്, ഒരു കാര്യം കൂടി, എന്റെ ബുദ്ധിമുട്ടുകളും പെട്രോൾ ചിലവുകളും ഞാൻ കൂട്ടിയിട്ടില്ല. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് കൂടി ഓർക്കണം. ആ അവസ്ഥയിൽ ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചുകൊണ്ട് എല്ലായിടത്തും ഓടിയെത്തുകയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തുകയും ചെയ്ത എനിക്കൊരു ഫീസ് വേണ്ടേ? രാജീവ് പറയുന്നു, നിന്റെ ഭാര്യയെ നീ ചികിത്സിച്ചതിന്റെ കണക്ക് പറയുകയാണ് നീ അല്ലേ? ശരി, ഞങ്ങൾ ക്യാഷ് തന്നേക്കാം, ഇന്ന് തന്നെ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം. ഇത് കേട്ട് ബാലൻ പറയുന്നു, വളരെ നല്ലത്, ഇന്ന് തന്നെ ഇടണം. എന്റെ ഭാര്യയെ ചികിത്സിച്ച പൈസയാണെങ്കിൽ അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ വരും. അപ്പോൾ തന്നെ ഞാൻ ആ ക്യാഷ് റീഫണ്ട് ചെയ്യുകയും ചെയ്യും. അതല്ല അവള് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ കൊല്ലപ്പള്ളിക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വാടക വീട്ടിൽ താമസിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ സഹോദരിയെ ചികിത്സിച്ച പൈസയാ, ഞാനത് അങ്ങനെ തന്നെ വരവ് വെക്കും. ശിവൻ ചോദിക്കുന്നു, അതുകൊണ്ട് തികയുമോ നിനക്ക്? ബാലൻ പറയുന്നു, നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോൻ എല്ലാം തികഞ്ഞവൻ തന്നെയായിരുന്നു. കൈതയ്ക്കൽ മാളിക വീട്ടിലുള്ളവരെക്കാളും ഒരു പടി മുകളിലെത്തിയതിനു ശേഷമാ ഞാൻ നിങ്ങളുടെ വീട്ടിൽ കല്യാണം ആലോചിച്ചു വന്നത്. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് രാജീവും ശിവനും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ബാലൻ പറയുന്നു, രോഷവും അമർഷവും വൈരാഗ്യവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ കിടന്ന് തിളച്ചു മറിയും. ശിവൻ പറയുന്നു, നിന്റെ കഴിവും ആരോഗ്യവും ബുദ്ധിയും പണവും മുഴുവനായും ഒരു പെണ്ണിന്റെ അഹന്തയോട് മല്ലിട്ട് പാഴാക്കി കളയരുത്. തുടർന്ന് വീട്ടിലേക്ക് വന്ന മനു അലീനയോട് സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണ്. തുടർന്ന് ബബിതയ്ക്ക് ജ്യൂസ് കൊണ്ട് കൊടുക്കുകയാണ് അലീന. ബബിത അത് വേണ്ടാന്ന് പറയുമ്പോൾ അലീന പറയുന്നു, ഈ വീട്ടില് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടല്ലാതെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ദേഷ്യത്തോടു കൂടി അവിടെ വന്നെഴുന്നേറ്റ് ബബിത അലീനയുടെ കയ്യിലിരിക്കുന്ന ജ്യൂസ് തട്ടിത്തെറിപ്പിക്കുകയാണ്. ഇത് കണ്ട് അരികിലേക്ക് വരികയാണ് ബാലനും കൃഷ്ണയും. അഴിക്കാനായി കൈ ഓങ്ങിക്കൊണ്ട് ബാലൻ പറയുന്നു, കൈ വീശി നിന്റെ ചെകിട്ടത്തൊന്ന് തരികയാ വേണ്ടത്. ബബിത വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.